നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചില മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് കായേന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഉചിതമായത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കുക. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കുക. പുതിയ നിയമത്തിൽ ദൈവം ഇപ്രകാരം മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശിമയോൻ പത്രോസ്. കർത്താവ് ബന്ധനസ്ഥനായ സമയത്ത് ഈശോയുടെ കൂടെ കൂടിയാൽ താനും പീഡകൾ സഹിക്കേണ്ടി വരുമെന്നോർത്ത് ഭയപ്പെട്ട് കർത്താവിൻ്റെ അല്പം മാറി നിന്ന് തീ കായുന്ന ശിമയോനോട് ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, നീയും ആ ക്രിസ്തുവിൻ്റെ ശിഷ്യനല്ലേ എന്ന്. ഒരു നിമിഷം ശിമയോൻ പത്രോസിൻ്റെ മനസാക്ഷി അസ്വസ്ഥമാവുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശിഷ്യനായി നീ ഈ പീഡകൾ സമയത്തും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടവനല്ലേ എന്നൊരു മുന്നറിയിപ്പ് കർത്താവ് ശിമയോന് കൊടുക്കുകയാണ്. ദൈവിക പദ്ധതിക്കെതിരെ ജീവിക്കുന്നവരുടെ ജീവിതത്തിലും ഇപ്രകാരം ഒരു മുന്നറിയിപ്പുകൾ സംഭവിക്കാറുണ്ട്. എന്താണ് ജീവിത വിശുദ്ധി എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവിക പദ്ധതിക്കെതിരായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തെറ്റായ മാർഗത്തിലാണ്, പാപത്തിലാണ് എന്നൊരു മുന്നറിയിപ്പ് ദൈവം നമുക്ക് നൽകുമ്പോൾ ആ മുന്നറിയിപ്പ് അനുസരിച്ച് ജീവിച്ച് നമ്മുടെ തന്നെ ജീവിതം ക്രമപ്പെടുത്തുന്നതാണ് വിശുദ്ധി. ശിമയോൻ പിന്നീട് സഭയുടെ തലവനായി മാറിയതുപോലെ നമുക്കും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് ജീവിച്ച് നല്ല ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറാം.